ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ സജിത. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ PSC ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, മോട്ടിവേഷൻ വീഡിയോ, കോണ്ടന്റ് സെഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. മാത്രമല്ല മൺഡേ ഓൺവേർഡ്സ് നമ്മൾ ഡെയിലി കറണ്ട് അഫയർ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് എത്തിക്കാനായിട്ടും ഒക്കെ ഒന്ന് ശ്രമിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ഇതിനെ ബേസ് ചെയ്ത് ഇത് സെക്രട്ടേറിയറ്റ് OAക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസിനോടൊപ്പം തന്നെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് നിങ്ങൾക്ക് ഫ്രീ ആണ്. അതിനൊക്കെ ആയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി കയറി നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതുപോലെ സെക്രട്ടേറിയറ്റ് OA മെയിൻസിന്റെ ബാച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ കോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ക്ലാസ്സുകളിൽ ലൈവ് റെക്കോർഡഡും ഉണ്ട്. അതായത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഡെയിലി റെക്കോർഡഡ് സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സാംസും ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ്, മെന്റർ സപ്പോർട്ട്, ബുക്ക് ടെസ്റ്റ് സീരീസും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ കസ്റ്റമർ കെയർ നമ്പർ വഴി കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ നമ്മുടെ കണ്ടന്റിലേക്ക് പോകാം. ഇത് സെക്രട്ടേറിയറ്റ് OA മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികള് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. അതായത് ഒന്നെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് മാത്രമാണ് ഈ ഓഫീസ് അറ്റൻഡന്റ് എന്ന പോസ്റ്റ്. എന്നാൽ അവിടെ മാത്രമല്ല, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലും പിന്നെ നമ്മുടെ എല്ലാ ജില്ലകളിലും PSC ഓഫീസ് ഇല്ലേ, അപ്പൊ അവിടെയോ അതുപോലെ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, കേരള ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, ഇവിടെയൊക്കെ ഓഫീസ് അറ്റൻഡന്റ് എന്നൊരു പോസ്റ്റിലേക്കാണ് ഈ ഒരു നിയമനം നടക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ആ നോട്ടിഫിക്കേഷന്റെ എക്സാം നടക്കുന്നത് 11/12/2021 അപ്പൊ ഏകദേശം മെയിൻ ലിസ്റ്റിൽ ഒരു 886 പേരുണ്ടായിരുന്നു. അന്ന് 27/9/2022 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിന്റെ കട്ട് ഓഫ് 69.67 ആയിരുന്നു. അതായത് ഈ 69.67 മാർക്ക് മേടിച്ച് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാവർക്കും ജോലി കിട്ടി എന്നതാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റിനെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്. ഇത് നോക്കിക്കേ, 2022 വന്ന റാങ്ക് ലിസ്റ്റ്, 2023 1 വർഷം, 24 2 വർഷം, 2025 9 മാസമാകുമ്പോഴേക്കും 3 വർഷം. അപ്പൊ 9 മാസം ഈ വർഷം ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. അപ്പൊ ഓൾറെഡി റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞു കിടക്കാണ്. അപ്പൊ നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ഇപ്പൊ ഓൾറെഡി തന്നെ അവിടെ ഒരു 300-ന് മുകളിൽ വേക്കൻസി ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യത്തെ ഒരു 300 പേരിൽ ഉൾപ്പെട്ടാലും നിങ്ങൾക്ക് ഉടനെ തന്നെ 2025 അവസാനം അല്ലെങ്കിൽ 2026 ആദ്യം തന്നെ ജോലിക്ക് കയറാൻ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. അപ്പൊ നിങ്ങളിപ്പോ ഒന്ന് ഉഴപ്പി, അത്യാവശ്യം മാർക്കുള്ളവരൊക്കെ മെയിൻസിനായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. അപ്പൊ നിങ്ങളിപ്പോ ഒന്ന് ഉഴപ്പി, പക്ഷെ നിങ്ങൾക്ക് പ്രിലിംസ് വന്നപ്പോ പ്രിലിംസ് കിട്ടി, പിന്നെ എന്ത് ചെയ്യാനാ, പഠിച്ച് നമ്മൾ എത്തത്തില്ല. നമുക്ക് കിട്ടിയ നല്ലൊരു അവസരമാണ് നമ്മൾ കളഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ PSC എന്ന് പറയുന്ന പ്രൈവറ്റ് ജോബ് നല്ലതാണ്. PSC എന്ന് പറയുന്ന ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുന്നതിന് കാരണം എന്താ, എനിക്ക് സ്ഥിര വരുമാനമുള്ള ഒരു ജോലി കിട്ടണം. രണ്ട്, നമ്മുടെ സമൂഹത്തിൽ സൊസൈറ്റിയിൽ നമുക്കൊരു നല്ല പ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ ഈ ഒരു അവസരം നഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, വീണ്ടും ഒരു 5 കൊല്ലം ഈ 2030 വരെ നമ്മൾ കാത്തിരിക്കണം. അന്ന് നമ്മുടെ സാഹചര്യം ഇങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ ഏജ് നമ്മുടെ കഴിയും, ചിലപ്പോൾ എക്സാം പാറ്റേൺ മാറും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള അവസരം അറ്റ് പ്രസന്റ് എന്തുണ്ടോ അതിൽ നിന്നും ടു ബി ബെസ്റ്റ്, ഏറ്റവും നല്ലത് എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. ഈ ഇടയ്ക്ക് നമ്മളെ ഭരിക്കുന്ന ഒരു നെഗറ്റീവ് ചിന്തയുണ്ട്, ഇനി എനിക്ക് പ്രിലിംസ് കിട്ടാതെ വരുമോ, അത് ഒരു സൈഡിൽ വെക്കുക. എന്തായാലും എന്റെ അറിവ് വേസ്റ്റ് ആവില്ല. ഇൻ കേസ് എനിക്ക് പ്രിലിംസ് കിട്ടിയില്ല, ഞാൻ അടുത്തൊരു എക്സാമിന് എന്റെ ഈ അറിവ് ഞാൻ യൂസ് ചെയ്യും. കാരണം സിലബസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഓരോ മിനിറ്റും വിലപ്പെട്ടതാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം പെട്ടെന്ന് ഇപ്പൊ തന്നെ ഓൾറെഡി 300-ന് മുകളിൽ ഉണ്ട് വേക്കൻസി. അപ്പൊ ഈ റാങ്ക് ലിസ്റ്റ് 28/9/2025 തൊട്ട് കേരള PSCക്ക് പുതിയൊരു റാങ്ക് ലിസ്റ്റ് ഇടണം. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ആദ്യ റാങ്കുകളിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ വർഷം തന്നെ ജോലി കിട്ടും, അല്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് ജോലി ഉറപ്പാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക. ചിലവരൊക്കെ പറയും PSC ഒക്കെ കുറെ നാളായി തുടങ്ങിയിട്ട്, പഠനമൊക്കെ തുടങ്ങിയിട്ട് വലിയ കുഴപ്പം ജോലിയൊന്നും കിട്ടത്തൊന്നുമില്ല. അതൊക്കെ നെഗറ്റീവാണ്. അതൊക്കെ അങ്ങോട്ട് സൈഡിൽ. നമ്മൾക്കിപ്പോൾ ഒരാളൊരു ഗിഫ്റ്റ് വന്നു, ഇഷ്ടമല്ലെങ്കിൽ നമ്മളത് മേടിച്ചു, ചിലപ്പോൾ മേടിക്കും, പക്ഷെ നമ്മൾ യൂസ് ചെയ്യില്ല, മാറ്റി വയ്ക്കും അല്ലേ. അതുപോലെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങള് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും
നിങ്ങൾ കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ വിടുക. നമുക്കൊരു എയിമുണ്ട്, അപ്പൊ നമ്മൾ അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പിന്നെ ഇതിൽ അത്യാവശ്യം ഇതിന് വേറൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങളിപ്പോ കയറി സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ കയറി കഴിയുമ്പോൾ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതാണ്, മിസ് ഇതിന് പ്രൊമോഷൻ സാധ്യതയുണ്ടോ? അപ്പൊ നിങ്ങൾ ഇതിലെ ക്വാളിഫിക്കേഷൻ 10th ആയിരുന്നു. അപ്പൊ ഈ 10th ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് 1, ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് 1, അതുപോലെ ക്ലറിക്കൽ അസിസ്റ്റന്റ്, ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് 1, അതേപോലെ ക്ലറിക്കൽ അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റിന് ഗ്രേഡ്, ഈ പോസ്റ്റുകളിലേക്കൊക്കെ തന്നെ നിങ്ങൾക്ക് 10th ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്കൊക്കെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. അതല്ല ഡിഗ്രി ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾക്ക് ഒരുപാടല്ല എങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ടെസ്റ്റ് എഴുതി നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എത്താം. മറ്റത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങളുടെ സീനിയോറിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടേ പറ്റുള്ളൂ. അല്ല പെട്ടെന്ന് നാളെ ഓഫീസ് അറ്റൻഡന്റ് കയറി അസിസ്റ്റന്റ് ആവില്ല. അത് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളും കാര്യമൊക്കെ കഴിയുമ്പോൾ അറ്റൻഡന്റ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് പോകാം. അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് OA ആയിട്ട് കയറുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ക്ലറിക്കൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് 1 എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് പ്രൊമോഷൻ സാധ്യതയുണ്ട് 10th ക്വാളിഫിക്കേഷനിൽ. ഡിഗ്രി ആണെങ്കിൽ അറ്റൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ വന്നവർക്ക് കാലക്രമത്തിൽ അസിസ്റ്റന്റിലേക്കുള്ള ട്രാൻസ്ഫറിന് ഉള്ള പ്രൊമോഷൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയധികം സ്കോപ്പുകളുമായിട്ടാണ് ഓഫീസ് അറ്റൻഡന്റിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള അവസരം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഈവൻ 10 മിനിറ്റേ കിട്ടുന്നുള്ള കുഴപ്പമില്ല. ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ പറ്റുന്നുണ്ടോ, അത് പഠിക്കുക. അല്ലാതെ ഇത്രയും മണിക്കൂർ വെച്ച് പഠിക്കണം അങ്ങനെയൊന്നുമില്ല. അവൻ 10 വർഷം പഠിച്ചു, അവൻ ഇതുവരെ ജോലി കിട്ടുന്നില്ല, അത് അവൻ പ്രിപ്പയർ ചെയ്തതിൽ പ്രശ്നങ്ങളാണ്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്മാർട്ട് വർക്കും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ചലഞ്ചർ ആപ്പും ഇതിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സെക്രട്ടേറിയറ്റ് OA മെയിൻസിന്റെ. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ മെയിൻ പ്രത്യേകത ലൈവ് റെക്കോർഡഡ് സിലബസ് എന്താണോ പറഞ്ഞിരിക്കുന്നത്, സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ തരുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ ലൈവ് സെഷൻ ഉണ്ട്. നമുക്ക് ഫാക്കൽറ്റീസിനോട് ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാം. സ്റ്റഡി മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാംസ് ഇപ്പൊ നമ്മൾ എത്രത്തോളം മോക്ക് എഴുതുന്നു അത് PSC എക്സാമുകൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ ആവശ്യത്തിലധികം മോക്കുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് മെന്റർ സപ്പോർട്ട് ഉണ്ട്, ഇ-ബുക്ക് ഉണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് അഫോർഡ് ചെയ്യുന്ന രീതിയിൽ 3 തരം ക്ലാസ്സുകളും നമുക്കുണ്ട്. റെക്കോർഡഡ് മാത്രമുണ്ട്, ലൈവ് ആൻഡ് റെക്കോർഡഡ് ഉണ്ട്, മെന്റർഷിപ്പ് ബാച്ചുകളും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ കപ്പാസിറ്റി അതനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ കോഴ്സിൽ എന്തെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഒരു ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി കയറി നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല ആക്റ്റീവായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റ് ആയിട്ട് ഇടാവുന്നതാണ്, നമ്മൾ റിപ്ലൈ തരും. താങ്ക് യു ഓൾ.